ഒരു കൃഷ്ണചിത്രം വരച്ചു വിറ്റാൽ 10,000-വും 20,000-വും കിട്ടുന്ന ഉഗ്രൻ ജോലി. വരയ്ക്കുന്നത് ഒരു മുസ്ലിം യുവതിയാണെങ്കിൽ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവും ഉണ്ടാകും. നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഗോകുലം ഗോപാലനും അടക്കമുള്ളവർ പൊതുവേദികളിൽ കൃഷ്ണചിത്രം വാങ്ങുന്നതിന്റെ പോസ്റ്റുകളിട്ട് കച്ചവടത്തിന് വേഗവും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഫോളോവേഴ്സിനെയും കൂട്ടുക. ജസ്ന സലീം ചില്ലറക്കാരിയല്ല. കേരളത്തിൽ കൃഷ്ണഭക്തരോട് സ്വാധീനിക്കപ്പെടുന്നവർ ആരുമില്ലെന്ന് UP സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ജസ്ന സലീമിന് നന്നായി അറിയാം. വരയ്ക്കുന്നതെല്ലാം ഒരേ തരത്തിലുള്ള കൃഷ്ണചിത്രങ്ങൾ. മറ്റൊരു ചിത്രവും വരയ്ക്കാൻ അറിയില്ല. ശിവന്റെയോ അയ്യപ്പന്റെയോ അച്ചുകളില്ലാത്തതുകൊണ്ട് കൃഷ്ണനെ മാത്രം വരച്ചു മുന്നോട്ട് പോകുന്നു. ഇസ്ലാമിൽപ്പെട്ട ഒരു പെൺകുട്ടി കൃഷ്ണചിത്രം വരച്ചാലും ഗുരുവായൂരമ്പലനടയിൽ പോയാലും സുഡാപ്പികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈബർ ആക്രമണം പ്രതിരോധിക്കാൻ കേരളത്തിലെ ഹിന്ദു ഹൃദയ സാമ്രാട്ടുകൾ രംഗത്തിറങ്ങുമെന്ന് ജസ്നയ്ക്ക് നന്നായി അറിയാം. അത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒന്നും അറിയാതെ ഇത്രയും കാലം ജസ്നയ്ക്ക് വേണ്ടി പോസ്റ്റുകളിട്ടും കമന്റുകളിട്ടും പ്രതിരോധിച്ച സൈബർ സംഖ്യകൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. കൊയിലാണ്ടിയിലും കുറുവങ്ങാടുമുള്ള ഒരു ഹിന്ദുത്വവാദികളെയും സംഘപരിവാർ അനുകൂലികളെയും കൃഷ്ണക്ഷേത്രങ്ങളെയും ജസ്നയ്ക്ക് ഹറാമാണ്. കാരണം പലവിധ അവിഹിത സത്യങ്ങളും അവിടെയുള്ളവർക്ക് അറിയാം എന്നത് തന്നെ. ലക്ഷക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ ഒരു നോക്ക് കണ്ണനെ കാണാനെത്തുന്ന ഗുരുവായൂരമ്പലനടയിൽ കേക്ക് മുറിച്ച് വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഭക്തി കൊണ്ടല്ല എന്ന് ഞാനടക്കമുള്ള ഹിന്ദുക്കൾക്കെല്ലാം നന്നായി അറിയാം. ഗോകുലം ഗോപാലനെയും സുരേഷ് ഗോപിയെയും പോലുള്ളവരെ സ്വാധീനിക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ലെന്ന് ജസ്നയ്ക്കും അറിയാം. ഇനി എന്തുകൊണ്ടാണ് ജസ്ന ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി ഒരു ഉത്തരമുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള നിരവധി യുവതികൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. പക്ഷേ അവരൊന്നും ഇതുവരെ പീഡനക്കേസിൽ പെട്ടതായോ പുരുഷ സുഹൃത്തുക്കളെ മാത്രം സമ്പാദിച്ചതായോ അറിയില്ല. ആത്മസുഖത്തിന് സാമ്പത്തിക ലാഭത്തിന് മാത്രം സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും കാര്യം കഴിഞ്ഞാൽ പീഡന പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നത് ഹണി ട്രാപ്പാണ്. രതീഷ് എന്ന സുഹൃത്ത് വഴി പരിചയപ്പെട്ട റോഷൻ അല്ലെങ്കിൽ ഷെനീർ എന്ന മറ്റൊരു സുഹൃത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് 1 വർഷത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുമായുള്ള സൗഹൃദം തകർന്നതുകൊണ്ടും ഇനി അയാളെ കൊണ്ട് സാമ്പത്തിക ശാരീരിക ലാഭമില്ല എന്ന് ബോധ്യമായതുകൊണ്ടുമാണ്. തന്റെ നഗ്നചിത്രങ്ങൾ റോഷൻ പലർക്കും പങ്കുവച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്ന ജസ്ന അതിന്റെ കാരണം ഇന്നതാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അടുത്ത ബന്ധുവായ തന്നെക്കാൾ പ്രായം കുറവായ ഒരാളുമായി ഉണ്ടായിരുന്ന വഴിവിട്ട ബന്ധം പഴയ സുഹൃത്ത് റോഷൻ അറിഞ്ഞതിലുള്ള വിരോധമാണ് അവിഹിത കഥകൾ സൈബറിടങ്ങളിൽ പടരാനുള്ള കാരണമെന്ന് ആരോടും പറയില്ല. വിവാദങ്ങൾ കത്തിപ്പിളർന്നപ്പോൾ കൃഷ്ണചിത്രങ്ങൾ വരയ്ക്കുന്ന ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു ഗുരുതരാവസ്ഥയിൽ എന്ന് വാർത്തകൾ കേട്ട പലരും കരുതി പ്രശ്നം ഗുരുതരമാണെന്ന്. എന്നാൽ സംഭവം അങ്ങനെയല്ല. ആരോപണങ്ങളും അവിഹിത കഥകളും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ വിശാലമനസ്കരായ കൃഷ്ണഭക്തരുടെയും ഗൾഫിലുള്ള ഭർത്താവിന്റെയും നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരിച്ചുപിടിക്കാൻ 2 പാരസെറ്റാമോൾ കഴിച്ച് വാർത്ത പരത്തിയ സൈക്കോളജിക്കൽ ആത്മഹത്യാ ശ്രമം മാത്രമായിരുന്നു സംഭവം. തനിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ വിവിധ കാലങ്ങളായി പോലീസിൽ 18ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത ജസ്ന സലീം തികഞ്ഞ ഫ്രോഡാണ് എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. തന്റെ കേസുകളിൽ താൻ തന്നെ മൊഴിമാറ്റുന്ന കാര്യം ജസ്നയ്ക്ക് പുതുമയല്ല. 2016-ൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വന്തം അച്ഛനടക്കം മൊഴിമാറ്റി കോടതിയെ കബളിപ്പിച്ചതിന് രൂക്ഷ വിമർശനം ഏൽക്കേണ്ടി വന്നതും ആരും അറിഞ്ഞു കാണില്ല. ജസ്ന സലീമിനെ ഇപ്പോഴും തോളിലേറ്റ് നടക്കുന്ന മണ്ടന്മാരായ ഹിന്ദുക്കൾക്കറിയില്ല ജസ്ന സലീം എന്ന തട്ടിപ്പുകാരിയെയും ലോക ഫ്രോഡിനെയും. സൈബറിടങ്ങളിൽ വെള്ളപൂശി അവതരിപ്പിക്കുന്ന പല വെറൈറ്റി മീഡിയകളും നാട്ടിലുണ്ട്. അവർ ഹിന്ദു വിഭാഗത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഇസ്ലാമിക അജണ്ട കേരളത്തിൽ നടപ്പാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മാന്യായും കൃഷ്ണനെ ചേർത്ത് പിടിച്ചും നടന വൈഭവം കാഴ്ചവെക്കുന്ന ജസ്നയെ ഏതാനും മാസം മുമ്പ് ഡെയിലി മലയാളി ന്യൂസ് എഡിറ്റർമാർ കണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ എടുത്ത വീഡിയോ ഇന്ന് വരെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. ജസ്ന സലീം ഒരു കച്ചവടക്കാരിയാണ്. വിൽക്കുന്നത് കൃഷ്ണന്റെ ചിത്രവും തരാതരം പോലെ മറ്റു പലതുമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഒരു തട്ടിപ്പുകാരെയും അവരുടെ കച്ചവടത്തെയും പ്രൊമോട്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതിലും നല്ലത് ശിവകാശി പടക്കങ്ങളുടെ പരസ്യം വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. റോഷനും ഷെനീതും രതീഷും മാത്രമല്ല, നാളെ ചിലപ്പോൾ മറ്റു പലരുടെയും പേരുകളും പുറത്തു വരും. മൊഴി മാറ്റാനും ന്യായീകരിക്കാനും പുതിയ കേസുകളുമായും പോസ്റ്റുകളുമായും ജസ്ന രംഗത്ത് വരും. പുതിയ ആത്മഹത്യാ നാടകങ്ങളും വികാര പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇറക്കും. ആർഷഭാരത സംസ്കാരം സകലതിനെയും ഉൾക്കൊള്ളും എന്ന് വെച്ച് ക്ഷേത്രങ്ങൾ മലീമസമാക്കുന്ന ജഗദ്ഗുരു കൃഷ്ണനെ മറയാക്കി മാംസക്കച്ചവടം ചെയ്യുന്ന പരിപാടിക്ക് ഇറങ്ങിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഹിന്ദു വിശ്വാസികളായ ഒരു വീട്ടമ്മയ്ക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പല്ലടിച്ചു കൊഴിച്ചെന്നിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.